The problems of transgenders are beyond explanation. Here we are discussing such a topic, Accept Me by Living Smile Vidya. It's a chapter that is included in the text Readings from the Fringes. It is the text for second sem UG students of Calicut University. Calicut University second sem UG വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റാണ്, ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റാണ് റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ്. ഈ ടെക്സ്റ്റിലെ ആക്സെപ്റ്റ് മീ എന്ന ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലിവിംഗ് സ്മൈൽ വിദ്യ, പോപ്പുലർലി നോൺ ആസ് സ്മൈലി, ഈസ് ആൻ ഇന്ത്യൻ ട്രാൻസ് വുമൻ റൈറ്റർ, ആക്ടിവിസ്റ്റ്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് ഫിലിം ഡയറക്ടർ. ഫിലിം ഡയറക്ടറാണ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് വിമൻ റൈറ്ററാണ്. അവരെ പൊതുവെ അറിയപ്പെടുന്നത് സ്മൈലി എന്നാണ്, അവരുടെ യഥാർത്ഥ പേര് ലിവിംഗ് സ്മൈൽ വിദ്യ. And in the early stage, she was a boy named Sharavana. അവരുടെ ആദ്യ കാലഘട്ടത്തിൽ, ചെറുപ്പ കാലഘട്ടത്തിൽ ശരവണ എന്ന ഒരു ആൺകുട്ടിയായിരുന്നു. ലേറ്റർ ഷീ ചേഞ്ച്ഡ് ഹെർ നെയിം ടു വിദ്യ. പിന്നീട് ട്രാൻസ്ജെൻഡർ സർജറിക്ക് വിധേയയായി വിദ്യ എന്ന നാമധേയം സ്വീകരിക്കുന്നു. And she was the first transgender to work in a mainstream job profile in India. ആദ്യമായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനിലെത്തി വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് ഐ ആം വിദ്യ ഇസ് എ ഓട്ടോബയോഗ്രഫി വിച്ച് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു 7 ലാംഗ്വേജസ്. അവരുടെ ഓട്ടോബയോഗ്രഫി ഐ ആം വിദ്യ എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2008. അത് 7 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷി വാസ് ദി സബ്ജക്ട് ഓഫ് ദി നാഷണൽ അവാർഡ് വിന്നിംഗ് കന്നഡ ഫിലിം ഞാൻ അവനല്ല അവള്, ബേസ്ഡ് ഓൺ ഹർ ഓട്ടോബയോഗ്രഫി. ഇവരുടെ ഓട്ടോബയോഗ്രഫിയായ ഐ ആം വിദ്യ എന്ന ഓട്ടോബയോഗ്രഫി ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സിനിമയാണ്, കന്നഡ ഫിലിമാണ്, നാഷണൽ അവാർഡ് നേടിയ കന്നഡ ഫിലിമാണ് ഞാൻ അവനല്ല അവള് എന്ന ഫിലിം. ആക്സെപ്റ്റ് മീ ഈസ് എ ചാപ്റ്റർ ഫ്രം വിദ്യാസ് ഓട്ടോബയോഗ്രഫി ഐ ആം വിദ്യ, ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി ഫ്രം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി എന്നറിയപ്പെടുന്നത് ഐ ആം വിദ്യ എന്ന ഓട്ടോബയോഗ്രഫിയാണ്. സ്മൈലി വിദ്യ ഈ ഓട്ടോബയോഗ്രഫിയാണ്. ഈ ഓട്ടോബയോഗ്രഫിയിലെ ഐ ആം വിദ്യ എന്ന ഈ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ് ആക്സെപ്റ്റ് മീ. ആൻഡ് ദ ചാപ്റ്റർ ഡിസ്കസസ് ദ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആൻഡ് ദ സ്ട്രീനിയസ് ജേർണി ഓഫ് വിദ്യ ഇൻ സെർച്ച് ഓഫ് ഹർ ഐഡന്റിറ്റി. തൻ്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് ആ ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാൻ, അതായത് താൻ ഒരു ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് എന്ന തിരിച്ചറിവിൽ ആ ഒരു പെൺകുട്ടി എന്ന വ്യക്തിത്വം നേടിയെടുക്കാൻ വേണ്ടി വിദ്യ നടത്തിയ പോരാട്ടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയാണ് ഈ ഒരു എസ്സേയിൽ വിവരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ആർ മാർജിനലൈസ്ഡ്, ഡിസ്ക്രിമിനേറ്റഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് ഇൻ ദ സൊസൈറ്റി. നമുക്കറിയാം, ട്രാൻസ്ജെൻഡർ എന്ന ആ ഒരു വിഭാഗത്തെ സമൂഹം എത്ര തന്നെ പുരോഗതി പറഞ്ഞാലും അകറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. Vidya gets confused and stressed when she leaves her family and name to become a തിരുനങ്കായി. ഒരു തിരുനങ്കയായി മാറാൻ വേണ്ടി തൻ്റെ പേര്, അതേപോലെ തന്നെ തൻ്റെ ഫാമിലി, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ശരവണൻ ഒരു വിദ്യ എന്ന പെൺകുട്ടിയായി മാറുന്നത്. ആ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ വിവരിക്കുന്നത്. And Sharavana wishes to be a girl, so he decides to go to Pune for surgery. ശരവണൻ ഒരു പെൺകുട്ടിയാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പൂനെയിലേക്ക് സർജറിക്ക് വേണ്ടി പോകുന്നു. And it was കലൈചെൽവി അയ്യ who took her to Pune by train. ട്രെയിനിൽ വെച്ച് കലൈചെൽവി അയ്യ എന്ന ആ സ്ത്രീയുമായിട്ട് അതിനു മുന്നിൽ പരിചയപ്പെടുന്നു. അവർ അങ്ങനെയാണ് പൂനെയിലേക്ക് പോകുന്നത്. According to the tradition of Tirunangai, she was the nanny or maternal grandmother of Vidya. ഈ തിരുനങ്കയുടെ കൂട്ടത്തിലുള്ള ഒരു ഗ്രാൻഡ് മദർ ആണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ, അതായത് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ എന്നൊക്കെ ഉള്ള ഒരു ഡിവിഷൻസ് ഉണ്ട്. അതിലെ ഏറ്റവും മൂത്ത ആളാണ് കലൈചെൽവി അമ്മ. Among the Tirunangais there exists a particular system. ഈ തിരുനങ്കയുടെ ഇടയിൽ, അവരുടെ ഇടയിൽ ഒരു സ്പെഷ്യൽ സിസ്റ്റം തന്നെയുണ്ട്. The older Tirunangais expect much respect from the younger ones. പ്രായമുള്ള തിരുനങ്കകൾ പ്രായം കുറഞ്ഞവരിൽ നിന്നും ബഹുമാനം പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ദ യങ്ങർ വൺസ് ആർ നോട്ട് അലൗഡ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. പ്രായം കുറഞ്ഞ തിരുനങ്കകൾക്ക് ഈ പ്രായം കൂടിയ തിരുനങ്കകളുടെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല, അവർ ഇരിക്കാൻ പാടില്ല.
And they ask the younger ones to clean their spittles and massage their legs. ഇനി ഈ പ്രായമുള്ള തിരുനങ്കകൾക്ക് അവരുടെ സ്പിറ്റൻസ് മീൻസ് കോളാമ്പി, അവരുടെ കോളാമ്പി വൃത്തിയാക്കി കൊടുക്കണം. അതേപോലെ തന്നെ അവരുടെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഈ പ്രായം കുറഞ്ഞ തിരുനങ്കകളുടെ ജോലിയാണ്. And it was Arunamma who keeps contact with the outer world by running an NGO. അരുണമ്മ എന്ന സ്ത്രീ മാത്രമാണ് പുറലോകവുമായിട്ട് ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. അവർക്കൊരു NGO അസോസിയേഷൻ, അതിൻ്റെ ആ ഒരു കണ്ണിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷന്റെ വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് അരുണമ്മ മാത്രമാണ് പുറലോകവുമായിട്ട് ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ ഇടയിൽ തന്നെയുള്ള റിലേഷൻ മാത്രമാണ്. ആൻഡ് ഷി വാസ് വിദ്യാസ് അമ്മ ഇൻ തിരുനങ്കൈസ് വേൾഡ്. വിദ്യയുടെ അമ്മയാണ് ഈ തിരുനങ്ക ഫാമിലിയിൽ, വിദ്യയുടെ അമ്മയാണ് അരുണമ്മ. ആൻഡ് ദ ഹറാസ്മെന്റ് ഓഫ് തിരുനങ്കൈസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ റാഗിങ് ഓഫ് കോളേജ് സ്റ്റുഡൻസ്. കോളേജ് സ്റ്റുഡൻസിന് ഇടയിലുള്ള റാഗിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു വഴക്കിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം വൺസ് യു സെറ്റിൽ ഡൗൺ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് തിരുനങ്കൈസ് ദ ഹറാസ്മെന്റ് സ്റ്റോപ്സ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, തിരുനങ്കകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, അത് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു വിരോധം ഇല്ല, പിന്നീട് അവരൊന്നാണ്. അതേസമയം നമ്മൾ പുറത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താലും പിന്നെ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചേക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇല്ല. ആൻഡ് വെൻ എ ന്യൂ കമർ കംസ് അറ്റൻഷൻ ഗോസ് ടു ഹർ. ഇനി ആ ഫാമിലിയിലേക്ക്, തിരുനങ്ക ഫാമിലിയിലേക്ക് പുതിയൊരാൾ കടന്നു വരികയാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ ആ പുതിയ വന്ന ആളിലേക്കായിരിക്കും. ആൻഡ് ദ ട്രാൻസ്ജെൻഡേഴ്സ് ഫൈൻഡ് പ്ലേഷർ ഇൻ ടോണ്ടിങ് അതേഴ്സ് ആസ് ദേ ആർ മാർജിനലൈസ്ഡ് ബൈ ദ സൊസൈറ്റി. ഇനി ഈ ട്രാൻസ്ജെൻഡേഴ്സ് മറ്റുള്ളവരെ തോന്നിക്കൊണ്ടിരിക്കും. കാരണം സമൂഹത്തിൽ നിന്നും അവർ വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയില്ലേ, വെറുതെ ചോർന്നുകൊണ്ടിരിക്കുക, അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ് ഇവര്. ആൻഡ് കലൈചെൽവി അമ്മ gave some advices to Vidya while they are on their way to the city post in an auto rickshaw. കലൈചെൽവി അമ്മ gives some instructions while they are in the auto rickshaw. ഓട്ടോറിക്ഷയിലായിരിക്കുന്ന സമയത്ത് കലൈചെൽവി അമ്മ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. When she sees Nanny, she has to fell on her feet. ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നാനിയെ കാണും. നാനി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഗ്രാൻഡ് മദർ ആണ്. അവരെ കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ കാലിലേക്ക് വീഴണം. ആദ്യം ചെയ്യേണ്ടത് അവരുടെ കാലിൽ വീണ് ആൻഡ് ഹാവ് ടു ഏൺ ഹർ ബ്ലെസ്സിങ്സ്, അവരുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പറയുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം when they reached there, Nanny gave some advices. ഇത് എക്സാമിൽ ചോദിക്കുന്നതാണ്. What are the advices given by Nanny? Nanny said that Vidya can sing and dance as much as she wants, but should respect elders and be friendly with the younger ones. Nanny ആദ്യമായിട്ട് പറയുന്നു, അവൾക്ക് വിദ്യയ്ക്ക് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ മൂത്തവരെ ബഹുമാനിക്കണം. അതോടൊപ്പം തന്നെ ഇളയവരുമായിട്ട് അല്ലെങ്കിൽ അവളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളുടെ ആ ഒരു പ്രായത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. ആൻഡ് ഇഫ് ഷീ നീഡ്സ് ഷീ ക്യാൻ ഗോ ബാക്ക്. അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു പോകണമെന്ന് തോന്നുകയാണെങ്കിൽ പോകാം. ആൻഡ് നാനി ആസ്ക്ഡ് വിദ്യ ടു ഗോ ഔട്ട് വിത്ത് സത്യ ആൻഡ് ഷോപ്പ്. പിന്നീട് പറയുന്നു സത്യയുമായിട്ട്, സത്യ എന്ന് പറയുന്നത് മറ്റൊരു പെൺകുട്ടിയാണ്, മറ്റൊരു തിരുനങ്കിയാണ്, അവളോടൊപ്പം പുറത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യണം. ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് മീൻസ് റിസീവ് ആംസ് ഫ്രം ദ ഷോപ്സ്. ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ പുറത്തു പോയി ഭിക്ഷ എടുക്കുക എന്നുള്ളതാണ്. സത്യയോടൊപ്പം പുറത്തു പോയിട്ട് ഭിക്ഷ നേടണം, സത്യയോടൊപ്പം പുറത്തു പോയി ഭിക്ഷ എടുക്കണം. ആൻഡ് ഷീ ഹാസ് ടു ബ്രിങ് 30 rupees each day ആസ് ആംസ്. ഈ ഒരു ഭിക്ഷ എന്ന നിലയിൽ എല്ലാ ദിവസവും 300 രൂപ കൊണ്ടുവരണം. ഒരു മാർജിൻ കൊടുത്തു, ഒരു ടാർഗറ്റ് ലൈൻ കൊടുത്തു. ആൻഡ് ദെൻ ഹർ നിർവാണ വുഡ് ബി പെർഫോംഡ് ഇൻ 6 months. അങ്ങനെ 6 മാസത്തിനുള്ളിൽ അവളുടെ ആ ഒരു പ്രോസസ് പൂർത്തിയാക്കും. നിർവാണ എന്ന് പറയുന്ന പ്രോസസ്സ് അവളുടെ ആ ഒരു തിരുനങ്ക കുടുംബത്തിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ് പൂർത്തിയാകും. ആൻഡ് ഷീ വോണ്ട് വിദ്യ ദാറ്റ് നോട്ട് ടു ബി പ്രൗഡ് ഓഫ് ഹർ കോളേജ് എഡ്യൂക്കേഷൻ. പിന്നീട് വിദ്യയോട് പറയുന്നു, നിനക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, കോളേജ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അത്രത്തോളം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇവിടെയുള്ളത്. സോ യു ഷുഡ് നോട്ട് ബി പ്രൗഡ്, അല്ലെങ്കിൽ
എനിക്ക് അഹങ്കാരം വരാൻ പാടില്ല, ഞാൻ കോളേജ് വിദ്യാഭ്യാസം ഉള്ളതാണ് എന്നൊരു അഹങ്കാരം വരാൻ പാടില്ല. ആൻഡ് ഇഫ് വിദ്യ ഗോട്ട് ഇൻ ടു മിസ്ചീഫ് നാനി വുഡ് ഗെറ്റ് നാസ്റ്റി. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറയുന്നു. ആൻഡ് നാനി ആസ്ക്ഡ് ഹെർ നെയിം ആൻഡ് വിദ്യ സെഡ് പ്രീതി as she decided it earlier as her name. പെട്ടെന്ന് ഞാൻ ഈ ചോദിക്കുന്നു വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പ്രീതി എന്നാണ് പറയുന്നത്. പ്രീതി എന്ന പേര് വിദ്യ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതാണ്. അതായത് ശരവണൻ മാറി പ്രീതിയാകാമെന്ന് ആദ്യമേ തീരുമാനിച്ചതാണ്. അങ്ങനെ നാനി ചോദിക്കുമ്പോൾ പ്രീതി എന്നാണ് പറയുന്നത്. ബട്ട് നാനി ടോൾഡ് ഹെർ ടു ചേഞ്ച് ഇറ്റ് ആസ് ഇറ്റ് ഈസ് എ ബാഡ് ഓമൻ. പെട്ടെന്ന് നാനി പറഞ്ഞു പ്രീതി എന്ന് പറയുന്ന പേര് വേണ്ട, കാരണം ഇറ്റ് ഈസ് എ ബാഡ് ഓമൻ, അതൊരു ദുശകുനമാണ്. കാരണം there was a Preeti there, but she died earlier in her young age. അവിടെ ഒരു പ്രീതി ഉണ്ടായിരുന്നു, ഒരു പ്രീതി എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ് എവറി വൺ കൺസിഡർ ദിസ് നെയിം ആസ് എ ബാഡ് ഓമൻ. ഈ ഒരു പേര്, ഈ പ്രീതി എന്ന പേര് ബാക്കി എല്ലാവരും ആ പ്രീതിയുടെ മരണത്തിന് ശേഷം ഒരു ദുശകരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നാനി ആസ്ക്ഡ് ഹർ ടു ചേഞ്ച് ഹർ നെയിം. അങ്ങനെ ആ പ്രീതി എന്ന പേര് മാറ്റാൻ ആവശ്യപ്പെടുന്നു. ആൻഡ് ഇറ്റ് വാസ് സത്യ ഹു ടോൾഡ് ഹർ ടു ചേഞ്ച് ദ നെയിം ആസ് വിദ്യ. സത്യ ഫൈൻഡ്സ് എ റൈം ഇൻ ദ നെയിംസ് സത്യ ആൻഡ് വിദ്യ. സത്യ വിദ്യ എന്നതിലെ ഒരു റൈമിങ്, ആ ഒരു താളം കണ്ടിട്ടാണ് വിദ്യ എന്ന പേര് സത്യ സജസ്റ്റ് ചെയ്യുന്നത്. അത് എക്സാമിന് ചോദിക്കാം, ഹു സജസ്റ്റഡ് ദ നെയിം വിദ്യ. ഇനി we have to explain the family system of തിരുനങ്കൈ. ഈ തിരുനങ്കകളുടെ ഫാമിലി സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് എക്സാമിൽ ചോദിക്കുന്നത്. ദ പരിവാർ ഓർ പരമ്പര ഇസ് എ ഫാമിലി ഓർ ഗ്രൂപ്പ് ഓഫ് തിരുനങ്കൈസ്. വിദ്യക്ക് ഈ ഒരു സിസ്റ്റം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നു, പിന്നീട് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വിവരിക്കുന്നു. ദ പരിവാർ ഓർ പരമ്പര ഇസ് എ ഫാമിലി ഓർ ഗ്രൂപ്പ് ഓഫ് തിരുനങ്കൈ. ഈ തിരുനങ്കകളുടെ ഇടയിലുള്ള ആ കുടുംബത്തെ അറിയപ്പെടുന്നത് പരമ്പര അല്ലെങ്കിൽ പരിവാർ എന്നാണ്. ആൻഡ് ബൈ ഡൂയിങ് റീത്ത് എ ന്യൂ വൺ ബിക്കംസ് ദ മെമ്പർ ഓഫ് ദ തിരുനങ്കൈ. റീത്ത് എന്ന പ്രോസസ്സിലൂടെ, ആ ഒരു ആചാരത്തിലൂടെ, ആ ഒരു സെലിബ്രേഷനിലൂടെ ഈ ഒരു പുതിയ ഒരു വ്യക്തി അവരുടെ ഫാമിലിയിലെ മെമ്പറായി മാറും. ആൻഡ് തിരുനങ്കൈസ് ഹാവ് 7 പരിവാർസ് ഇൻ ചെന്നൈ ആൻഡ് ഈച്ച് പരിവാർ ഹാസ് എ നെയിം. ചെന്നൈയിൽ മാത്രം 7 പരിവാറുകൾ, 7 ഫാമിലികൾ ഇവർക്കുണ്ട്. അതിന് ഓരോ ഫാമിലിക്കും അതിൻ്റെതായിട്ടുള്ള പേരുകളുണ്ട്. ആൻഡ് ഓൾ ദി തിരുനങ്കൈസ് ഇൻ മുംബൈ കെയിം അണ്ടർ വൺ ഓഫ് ദീസ് 7 ഗ്രൂപ്പ്സ്. മുംബൈയിലുള്ള ഈ പരിവാർ ഈ ചെന്നൈയിലുള്ള കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് വിദ്യ വാസ് രജിസ്റ്റേർഡ് ഇൻ ദ ബെൻഡി പരിവാർ. ബെൻഡി പരിവാർ എന്ന ഫാമിലിയിലാണ് വിദ്യ രജിസ്റ്റർ ചെയ്യുന്നത്. ഇഫ് എനിവൺ വാണ്ട്സ് ടു ചേഞ്ച് ഹെർ ഫാമിലി ഷീ ഹാസ് ടു പേ എ ഫൈൻ. ഇനി ആർക്കെങ്കിലും കുടുംബം മാറണമെന്നുണ്ട് എങ്കിൽ ഒരു ഫൈന് കൊടുത്തിട്ട് ഈ കുടുംബം മാറാം. ആൻഡ് ദർ ഈസ് എ റിച്വൽ ഓഫ് എൻറോളിംഗ് in the community of Tirunangais and it is called Reeth. We have already said that there is a process called Reeth. Reeth എന്ന് പറയുന്ന ഒരു പ്രക്രിയ. It is the process of enrolling into the Tirunangai family. ഒരു വ്യക്തിയെ തിരുനങ്കൈ കുടുംബത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ഈ റീത്ത് എന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ പ്രോസസ് അറിയപ്പെടുന്നത്. And one has to pay a small sum and then she was enrolled in the പരിവാരി പരമ്പര ലിസ്റ്റ്. ഈ ഒരു കുടുംബത്തിലേക്ക് അംഗമാകാൻ ചെറിയൊരു എമൗണ്ട് കൊടുക്കണം. ആ പൈസ കൊടുത്തതിന് ശേഷം ഈ ഒരു കുടുംബത്തിന്റെ ലിസ്റ്റിൽ ഇവളുടെ പേര് ചേർക്കപ്പെടും. ആൻഡ് ഇറ്റ് വാസ് ദ പ്രൊഫസർ ഹു ടോൾഡ് രാധ ഓഫ് ശരവണാസ് ചേഞ്ച്. ഇനി വീട്ടുകാരറിയാതെയാണ് വിദ്യ പൂനെയിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടുകാരോട് രാധയുടെ, അതായത് ശരവണന്റെ സഹോദരിയാണ് രാധ, രാധയോട് പ്രൊഫസറോടാണ് ആദ്യം വിദ്യ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ശരവണൻ തൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് പ്രൊഫസറോടാണ്. ആ പ്രൊഫസറോട് പറഞ്ഞിട്ടാണ് പൂനെയിലേക്ക് പോകുന്നത്. അങ്ങനെ തൻ്റെ സഹോദരിയായ രാധയോട് പ്രൊഫസർ പറയുന്നു, ഇങ്ങനെ വിദ്യ അല്ലെങ്കിൽ ശരവണൻ അവൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, സർജറിക്ക് വിധേയമാകാൻ വേണ്ടിയിട്ട് പൂനെയിലേക്ക് പോയി എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്ന രാധയും അച്ഛനും ശരവണനെ കാണാൻ അല്ലെങ്കിൽ വിദ്യയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം രാധ ആൻഡ് ഹെർ ഫാദർ കെയിം ടു സീ വിദ്യ.
നമ്മൾ പറഞ്ഞു ഈ തിരുനങ്കായി കുടുംബത്തിന്റെ അംഗമായി മാറി വിദ്യ. ഈ സമയത്താണ് രാധയും അതായത് ശരവണന്റെ സഹോദരി രാധയും അച്ഛനും അവളെ കാണാൻ വരുന്നത്. രാധ കോൾഡ് വിദ്യ ആസ് ശരവണ ഫോർ ദ ഫസ്റ്റ് ടൈം. പെട്ടെന്ന് ശരവണനെ അല്ലെങ്കിൽ വിദ്യയെ കാണുമ്പോൾ രാധ ആദ്യം വിളിക്കുന്നത് ശരവണ എന്നാണ്. ആൻഡ് വിദ്യ വാസ് വെരി ഇറിറ്റേറ്റഡ് വെൻ ഷീ ഹിയേഴ്സ് ദിസ് നെയിം. ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് വിദ്യയ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. ബിക്കോസ് ടിൽ എ ലോങ് ടൈം ഷീ ഈസ് നോൺ ആസ് വിദ്യ. കാരണം കുറെ കാലമായിട്ട് അവൾ അറിയപ്പെടുന്നത് വിദ്യ എന്നാണ്. പെട്ടെന്ന് ശരവണൻ എന്ന് കേട്ട ഉടനെ അവൾക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നു. ആൻഡ് നോ വൺ കോൾഡ് ഹർ ഓൾഡ് നെയിം. ആരും അവളുടെ പഴയ പേര് ശരവണൻ എന്ന പേര് ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്നു. ആൻഡ് വിദ്യ വാസ് വെരി ആൻഷ്യസ് ടു മീറ്റ് ഹർ ഫാദർ, തിങ്കിങ് ഓഫ് ഹിസ് റിയാക്ഷൻ വൈൽ ഹി സീസ് ഹർ ഇൻ എ സാരി. ഒരു സാരിയിൽ തൻ്റെ മകനെ കാണുന്ന സമയത്ത് അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് വിദ്യയ്ക്ക് വളരെയധികം ആങ്സൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നൗ വിദ്യ കൺസോൾസ് ഹെർസെൽഫ് ദാറ്റ് ഹർ ഫാമിലി നൗ ന്യൂ ദ ട്രൂത്ത് that she is not the old ശരവണ but a തിരുനങ്കായി. ഇപ്പോൾ വിദ്യ സ്വയം ആശ്വസിക്കുന്നു. അച്ഛനെ കാണുന്ന ഒരു ടെൻഷൻ ഉണ്ട്, പക്ഷേ സ്വയം ആശ്വസിക്കുന്നു. കാരണം എല്ലാ സത്യങ്ങളും ഇപ്പോൾ അവരുടെ കുടുംബത്തിനറിയാം. അതോടൊപ്പം തന്നെ താൻ പഴയ ശരവണനല്ല, ഒരു തിരുനങ്കയായി മാറി എന്ന കഥയും അവർക്കറിയാം. ആ ഒരു ആശ്വാസം വിദ്യയ്ക്കുണ്ട്. ആൻഡ് വിദ്യാസ് ഫാദർ വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് വിദ്യ. പക്ഷേ വിദ്യയുടെ അച്ഛന് വിദ്യ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഹി വോണ്ട്സ് ടു സീ ശരവണ ഇൻ ഹിസ് ഷർട്ട്. ഒരു ഷർട്ട് ഇട്ടിട്ട് തൻ്റെ മകനായിട്ടാണ്, സാരിയിലല്ല, ഒരു ഷർട്ട് ഇട്ടിട്ട് തൻ്റെ മകനായിട്ട് ശരവണനായിട്ടാണ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് അച്ഛൻ വെളിപ്പെടുത്തുന്നു. ആൻഡ് അരുണമ്മ കൺസോൾസ് ഹിം ദാറ്റ് ടൈംസ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ഈവൻ സയൻസ് ആക്സെപ്റ്റ്സ് തിരുനങ്കൈസ് ആസ് ദേ ആർ. ഈ സമയത്ത് അരുണമ്മ ആശ്വസിപ്പിക്കുന്നു. കാരണം കാലം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ശാസ്ത്രം വരെ ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു സത്യം അംഗീകരിക്കണം എന്ന് അരുണമ്മ വിദ്യയുടെ അച്ഛനോട് പറയുന്നു. ആൻഡ് ദ തിരുനങ്കൈസ് ക്യാൻ ഡു വാട്ട് നോർമൽ മെൻ ആൻഡ് വിമൻ ഡു ആൻഡ് സോ ഹീ ഷുഡ് ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്സെപ്റ്റ് വിദ്യ. അതേപോലെ തന്നെ ഏതൊരു സ്ത്രീക്കും പുരുഷനും ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു തിരുനങ്കൈകൾക്കും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇവളെ വിദ്യ എന്ന രീതിയിൽ തന്നെ അംഗീകരിക്കണം. ഷർട്ട് ഇട്ടിട്ട് കാണണമെന്നല്ല, സാരിയിൽ തന്നെ തൻ്റെ മകളെ അംഗീകരിക്കാൻ കഴിയണം എന്ന് അരുണമ്മ ആവശ്യപ്പെടുന്നു. ഇത്രയുമാണ് ഈ എസ്സേയിലെ പ്രധാന പോയിന്റ്സ്. ഇനി ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്? ടൈറ്റിൽ ആക്സെപ്റ്റ് മീ എന്ന ടൈറ്റിലാണ്. അതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. പിന്നീട് ഈ ദ അഡ്വൈസ് ഓഫ് നാനി, നാനിയുടെ ഉപദേശം എന്താണ്? പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ റിയാക്ഷൻ ഓഫ് ശരവണാസ് ഫാമിലി ആഫ്റ്റർ ദി സർജറി ഓഫ് ശരവണന്റെ അല്ലെങ്കിൽ ആഫ്റ്റർ ദി ചേഞ്ച് ഓഫ് ശരവണ ആസ് വിദ്യ. വിദ്യ എന്ന പേരിൽ ശരവണൻ മാറിയ സമയത്ത് ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ദീസ് ആർ ദി മെയിൻ ക്വസ്റ്റ്യൻസ്. പ്രധാനമായിട്ടും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.